ഒരു കൊച്ചിടവക സമൂഹം, ആ ഇടവകയ്ക്കായി ഒരു കൊച്ചിടവക ദേവാലയം. എല്ലാ ഇടവക ജനങ്ങളും സ്നേഹത്തിലും സഹകരണത്തിലും മുന്നോട്ടൊന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ദൈവം എല്ലാം ആ സമൂഹത്തിനായി നൽകിയെങ്കിലും ഒന്ന് മാത്രം ബാക്കിയാക്കി. ഇടവകയ്ക്ക് സ്വന്തമായി ഒരു വൈദികൻ. പല തലമുറകളുടെ കണ്ണുകൾ അത് കാത്തിരുന്നു. കാണാതെ ഈ മണ്ണിൽ അവരുറങ്ങും. കാലം പിന്നെയും കടന്നുപോയി. 1972 ജൂൺ മാസം കോരിച്ചൊരിയുന്ന മഴയുള്ളൊരു ദിവസത്തിൽ ഔസേപ്പിൻ്റെയും വെറോനിക്കയുടെയും മകനായി ഒരു ഉണ്ണി പിറന്നു. ജോഷി അടക്കം 4 മക്കളായിരുന്നു. വേലത്തിപ്പറമ്പിൽ ഔസേപ്പിനും ഭാര്യ വെറോനിക്കയ്ക്കും. ഒരു സന്തുഷ്ട കുടുംബം. ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന അപ്പനെ സഹായിക്കാൻ കൂടെ പോകുന്ന കുഞ്ഞു ജോഷിക്ക് വൈദികരുമായുള്ള സമ്പർക്കം, തനിക്കും ഒരു വൈദികനാകണമെന്ന ആഗ്രഹം ജോഷിയുടെ കുഞ്ഞു മനസ്സിൽ തോന്നിപ്പിച്ചു. ജോഷി എല്ലാവർക്കും പ്രിയങ്കരനായി വളർന്നു. ഫുട്ബോൾ കളിയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട വിനോദം. അങ്ങനെ ഒരു ദിവസം തൻ്റെ ഉറ്റ സ്നേഹിതരുടെ നിർബന്ധപ്രകാരം ജോഷി തൻ്റെ കുഞ്ഞിനെ ആഗ്രഹത്തിൻ്റെ ആദ്യപടിയായി ദൈവവിളി ക്യാമ്പിന് പങ്കെടുത്തു. തിരുലിഖിതത്തിൽ പറയുന്നത് പോലെ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതെ, ജോഷിക്ക് അക്ഷരാർത്ഥത്തിൽ ആ വിളി ഒരു ദൈവവിളി തന്നെയായിരുന്നു. അങ്ങനെ ഒരു വൈദികനാകണമെന്ന ആഗ്രഹത്തോടെ ജോഷി CMI സഭയിൽ ചേരാൻ തീരുമാനിച്ചു. ജോഷി ബ്രദർ ആന്റണിയായി സെമിനാരി ജീവിതം ആരംഭിച്ചു. സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതാണ് എന്ന് പറയും പോലെ ബ്രദർ ആന്റണിയുടെ ജീവിതവും സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. തൻ്റെ കുടുംബം താൻ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പെടേണ്ട സാഹചര്യമാണ് മുന്നിലെന്ന് മനസ്സിലാക്കിയ ബ്രദർ ആന്റണി നിരാശയിലും വിഷമത്തിലും ഒഴുകി. പ്രാർത്ഥന മാത്രമായിരുന്നു ഏകാശ്രയം. താൻ ഈ സാഹചര്യത്തിൽ തൻ്റെ കുടുംബത്തിന് ഒരത്താണിയായി മാറേണ്ടവനാണോ, അതോ താൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കണം എന്ന ആശയക്കുഴപ്പം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ബ്രദർ ആന്റണിയുടെ പിതാവ് ഔസേപ്പ് അദ്ദേഹത്തെ കാണുവാൻ സെമിനാരിയിലെത്തുകയും തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുവെന്നറിയിക്കുകയും ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുകയും ചെയ്തു. അതോടെ ബ്രദർ ആന്റണിയുടെ മനസ്സിലെ ആകുലതകൾ എല്ലാം മാറി. ദൈവം വിളിച്ചവർക്ക് ദൈവമല്ലേ വഴികാട്ടി. പെറ്റമ്മയുടെ സഹനങ്ങളും ഒരു ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും കൂടെയുള്ളപ്പോൾ തിരഞ്ഞെടുത്ത വഴിയിലെ തടസ്സങ്ങൾ അദ്ദേഹം മറികടക്കാതിരിക്കുന്നതെങ്ങനെ അല്ലേ? അദ്ദേഹത്തിൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അതിന് സാക്ഷ്യമാണല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PA ബിരുദത്തിന് 1ാം റാങ്ക് കരസ്ഥമാക്കി നന്ദിപുരം ഇടവകയെ ബ്രദർ ആന്റണി തിലകക്കുറി അണിയിച്ചു. കാലം പിന്നെയും കടന്നുപോയി. കാത്തിരുന്ന കണ്ണുകൾക്കും പ്രതീക്ഷയർപ്പിച്ച മനസ്സുകൾക്കും ഒരമ്മയുടെ ത്യാഗോചരമായ പ്രാർത്ഥനകൾക്കും പിതാവിൻ്റെ സമർപ്പണത്തിന് ദൈവം തന്ന മറുപടിയായി 2000 ഡിസംബർ മാസം നന്ദിപുരം സെന്റ് മേരീസ് ഇടവക ചരിത്രത്തിലാദ്യമായി ഒരു തിരുപ്പട്ട സ്വീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. ഫാദർ ആന്റണി വേദത്തിപ്പറമ്പിൽ. നന്ദിപുരം ഇടവകയിൽ നിന്നും സ്വന്തമായൊരു വൈദികൻ. പിന്നീട് അദ്ദേഹം B.Ed, MA, M.Ed, LLB തുടങ്ങിയ അനേകം ബിരുദങ്ങൾ കരസ്ഥമാക്കുകയും നീണ്ട 25 വർഷത്തോളമായി പല മേഖലകളിൽ മികവുറ്റ സേവനങ്ങൾ അനുഷ്ഠിച്ചു വരുന്നു. ആബേലിൻ കാഴ്ച പോലെ ഈ ഇടവക നൽകിയ ജോഷിയെ സ്വീകരിച്ച് ഒരു വൈദികനെ നൽകിയ ദൈവത്തിന് 1000 നന്ദി.
ത്യാഗത്തിൻ്റെ ജ്വാലയിൽ എരിയുമ്പോഴും ഒരു വൈദികനെ ഇടവകയ്ക്ക് സമ്മാനിക്കാൻ സഹനത്തിൻ്റെ കനൽ വഴികളിലൂടെ കടന്നുപോയ മാതാവിനും പിതാവിനും കുടുംബത്തിനും സ്നേഹാദരങ്ങൾ. ഞങ്ങളുടെ സ്വന്തം എന്നവകാശപ്പെടാവുന്ന, ഞങ്ങളുടെ ഏത് വിളിയിലും ഓടിയെത്തുന്ന, ദൈവം ഞങ്ങൾക്ക് നൽകിയ സമ്മാനമായി കരുതുന്ന ഞങ്ങളുടെ ആന്റണി അച്ഛന് ശ്രേഷ്ഠ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആശംസകൾ.